ഞാൻ മുണ്ടക്കൈയിലേക്ക് പാല കടന്ന് ഇപ്പോൾ ആരെയും അങ്ങോട്ട് വിടുന്നില്ല. ഞാനിപ്പോൾ ചൂരൽമലയിൽ തന്നെയാണുള്ളത്. അവിടെ ഈ ഉരുൾപൊട്ടൽ നാശം വിതച്ച ഈ ആളുകൾ താമസിക്കുന്ന സെറ്റിൽമെൻറ്റ് ഏരിയയും ഈ ഞാൻ പറഞ്ഞ വെള്ളാർമല സ്കൂൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഞാനുള്ളത്. പക്ഷേ എന്നോടൊപ്പം ഇപ്പോൾ ഇന്ന് പ്രധാനമായും പ്രത്യേക ദൗത്യ സംഘം പരിശോധന നടത്തുന്ന സൂചിപ്പാറ താഴെയുള്ള ഈ സൺറൈസ് വാലിയിലാണ് അവർ പരിശോധന നടത്തുന്നത്. അവിടെ ചെങ്കുത്തായ സ്ഥലമാണ്, അവിടെ ഇറങ്ങി പരിശോധിക്കുക പ്രയാസമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വനം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി അവിടെ പരിശോധന നടത്തിയ ഒരു സുഹൃത്ത് സന്നദ്ധ പ്രവർത്തകൻ ഇപ്പോൾ ഇവിടെയുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസം അവിടെ പോയിട്ട് ഈ പറഞ്ഞ സൺറൈസ് വാലിക്ക് സമീപത്ത് സൺറൈസ് വാലിന് താഴെ, അതായത് ആനടിക്കാപ്പ് വഴി താഴേക്ക് ഇറങ്ങിയിട്ട് എന്തായിരുന്നു ബാലന്തണ്ട് വഴി ബാലന്തണ്ട് കോളനിയിലെ താഴെ ഇറങ്ങിയിട്ട് എത്രത്തോളം പ്രയാസകരമാണ് അങ്ങോട്ട് എത്തിപ്പെടാൻ? അവിടെ ഒരു 3-4 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങി പോകണം. താഴേക്ക് ഇറങ്ങണം, ചെങ്കുത്തായ സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് ഇറങ്ങി പോകണം. അപ്പോൾ ഇറങ്ങിപ്പോയി തെരച്ചിലത് ഭയങ്കര കഷ്ടപ്പാടാണ്. ഒരു കാലുണ്ടായിരുന്നു, വളരെ ബോഡി വളരെ പുഴയൊക്കെ അരിച്ച് അത്ര ഒരു അവസ്ഥയിലായിരുന്നു. നിങ്ങൾക്ക് അവിടുത്തെ ബോഡി പാർട്സ് കിട്ടിയിരുന്നു? ബോഡി പാർട്സ് കിട്ടിയിരുന്നു, കൈ കിട്ടിയിരുന്നു. അപ്പോൾ സാർ കാട്ടിയതല്ലേ. പിന്നെ അവിടുത്തെ പിന്നെ നിങ്ങൾ അങ്ങനെ കിട്ടിയ സമയത്ത് സൈന്യം എയർലിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. അവർ എയർലിഫ്റ്റ് ചെയ്തത് മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ബോഡി കൊണ്ടുപോകാൻ പറ്റാത്ത വെയിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ മിനിസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ബോഡി എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. അവിടെയാണ് ഇന്ന് വീണ്ടും പ്രത്യേക സംഘം ഇന്ന് ഹെലികോപ്റ്ററിൽ പോയി പരിശോധന നടത്തുന്നത്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ പുഴയിലെ വെള്ളം ചുരുങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ബോഡി കിട്ടാൻ സാധ്യതയുണ്ട്. അവിടുത്തെ തെരച്ചിലിന് ഇനിയൊരു മാറ്റം വരുത്തണം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘമായി പോയി അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് തിരയണം. നമുക്കിപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം വേണം അവിടെ എത്താൻ. അവിടെ എത്തിക്കഴിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ നമുക്ക് തിരയാൻ സമയം കിട്ടുന്നുള്ളൂ. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5 മണിക്കൂർ തിരയാൻ സമയം കിട്ടും. അതിനുശേഷം നമ്മൾ എയർലിഫ്റ്റ് വിളിച്ചു വരുത്തിയിട്ട് മൃതദേഹം ലഭിക്കുകയാണെങ്കിൽ കാൽനടയായിട്ട് അവിടെ പോയി നിങ്ങൾ തെരച്ചിൽ നടത്തുമ്പോൾ ഒരു 1.5 മണിക്കൂർ തിരയാൻ പറ്റുള്ളൂ. പിന്നെ തിരിച്ചിങ്ങോട്ടും അതേപോലെ 3-3.5-4 മണിക്കൂർ ഇങ്ങോട്ടും നടക്കണം. അപ്പൊ അതുകൊണ്ട് തിരയാൻ അവിടെ സമയം കിട്ടുന്നില്ല. സംഘം അവിടെ സ്റ്റേ ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം. ഇന്ന് അവിടേക്ക് ഹെലികോപ്റ്റർ തന്നെ തെരച്ചിൽ സംഘം പോകുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകും. അവിടെ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ എക്സ്പീരിയൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് ഇങ്ങനെ വരുന്ന അടിയുന്ന ദിവസമുണ്ട്. അവിടെ വെറുതെ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ അവിടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫുൾ ബോഡി തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങോട്ടുള്ളത്. അതായത് സൂചിപ്പാറ വാട്ടർഫോൾ കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള 13 കിലോമീറ്റർ ദൂരത്തിൽ എവിടെയും 2 ഭാഗം, ഒരു മറുഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. കാരണം പുഴ മുറിച്ച് അങ്ങോട്ട് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭാഗത്തെ കാര്യം മാത്രമേ പറയുന്നത്. സൺറൈസ് വാലിയുടെ സമീപത്തുള്ള കാര്യം പറയുന്നത്. അതെ സൺറൈസ് ഇവിടെ നമ്മൾ സൂചിപ്പാറ വാട്ടർഫാൾ മുതൽ അവിടെ മുതൽ ചാലിയാർ വരെയുള്ള കാര്യമാണ് പറയുന്നത്. അതിന്റെ പുഴയുടെ കഴിഞ്ഞ ദിവസം പോയത് സൺറൈസ് വാലിയുടെ സമീപത്ത് കൂടി പോയി. 2 വശവും നോക്കണം. നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഒരു വശത്തെ സാധ്യമായിട്ടുള്ളൂ. പുഴ ക്രോസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വലതുവശത്തേക്ക് കൂടി നോക്കുമ്പോഴേക്കും അവിടെയും ഒരുപാട് സാധ്യതകൾ അവിടെ ഉണ്ട്. അതിനാണ് ഞങ്ങൾ ഈ പറയുന്ന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും അവിടെ പോകുമ്പോൾ ഡോക്ടർ കെയർ അടക്കമുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റേ ചെയ്യുക. അവിടെ സ്റ്റേ ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കിട്ടുന്നതനുസരിച്ച് അപ്പോൾ തന്നെ നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അത് എയർലിഫ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റായി കിട്ടും. ഇത്രയും ടൈം എടുക്കേണ്ടി വരില്ല. ഫസ്റ്റ് ഡേ ഇവർ പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമന്ന് ഏറ്റിക്കൊണ്ട് വരേണ്ടി വന്നു. അത് വലിയ ബുദ്ധിമുട്ടായിപ്പോയി. പിന്നീടാണ് ആ സംവിധാനം മാറ്റി മിനിസ്റ്ററൊക്കെ ഇടപെട്ടിട്ട് എയർലിഫ്റ്റ് സംവിധാനമായത്. ഇപ്പോൾ ആവശ്യം എന്ന് വെച്ചാൽ അവിടെ സ്റ്റേ ചെയ്ത് ബോഡി എത്തിക്കുക ഏറ്റവും ചുരുങ്ങിയ ഒരു 10 മണിക്കൂറെങ്കിലും മുകളിലോട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റും കാര്യങ്ങളായിട്ട് അത് അത്രയും ഏറ്റവും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഇനി അവിടെ ഒരു കോളനി ഉണ്ട്, പരപ്പൻപാറ കോളനി എന്ന് പറയുന്നത്. അവിടുത്തെ ട്രൈബിനെയും കൂടി കൂട്ടുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഏരിയ അറിയും. നമ്മൾ പുഴയുടെ അക്കരയ്ക്ക് വെള്ളം കൂടുതലായതുകൊണ്ട് ഇതുവരെ പുഴയുടെ അക്കരയ്ക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതും കൂടി നമ്മൾ ഈ ട്രൈബൽസിനൊക്കെ ഉപയോഗിച്ചിട്ട് പോവുകയാണെങ്കിൽ കുറെ കൂടി നമുക്ക് അവിടുന്ന് ബോഡി കണ്ടെടുക്കാൻ കഴിയും തന്നെയാണ്. മരങ്ങളൊക്കെ മുറിച്ചിട്ടിട്ട് അക്കരെ കടക്കാൻ നോക്കിയാൽ മരം വെള്ളത്തിലൂടെ ഒഴുകി പോയിട്ട് ഞങ്ങൾ ലാസ്റ്റ് അതിന് പിന്മാറുക ചെയ്ത് നടത്തി നോക്കിയിരുന്നു. വലിയൊരു മരം മുറിച്ചിട്ട് പക്ഷെ ആ മരം വെള്ളത്തിൽ കൂടെ പോയി. പിന്നെ ഞങ്ങൾക്ക് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നെ അഥവാ കടന്ന് ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കടക്കാൻ പറ്റാത്ത കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടുണ്ടാകും. കാരണം നമുക്കിപ്പോൾ മിസ്സിംഗ് ലിസ്റ്റ് തന്നെ 200 ചിൽഡ്രനുണ്ട്, പലതും ഒന്നും കിട്ടാത്തതുണ്ട്. അപ്പോൾ 100% സാധ്യത അവിടെ തന്നെയാണ്. നമ്മളെ അനുമാനം അതാണ്. 12 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ. കാരണം ഇവിടെയുള്ള ഒരു വിധത്തിലുള്ള എല്ലാ സ്ഥലത്തും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഡോഗ് സ്ക്വാഡ് വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ആ സംവിധാനം വരുന്നില്ല. അവിടത്തേക്ക് ഡോഗ് സ്ക്വാഡിനെ അവിടെ കൊണ്ടുപോവുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. അവിടെ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററിൽ ഒരു 12 പേരടങ്ങുന്ന സംഘം പോകുന്നുണ്ട്. 2 വനം വകുപ്പ്, മറ്റേ NDRF ടീം പോകുന്നുണ്ട്, സൈന്യമൊക്കെ. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റുന്ന പര്യാപ്തമാണ്. അതിന് ഇതിലും കൂടി ഇവരെ കൂടി ഡോഗും കൂടി ഉൾപ്പെടുത്തിയാൽ എളുപ്പം നടക്കും. ഡോഗിനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വേഗം പറ്റും. പിന്നെ അവിടുത്തെ ട്രൈബിൻ്റെ ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തുക. അവർക്ക് അതിൻ്റെ പുഴയുടെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ കുറച്ച് നീരൊഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് കൂടുതലും
കണ്ടെത്താനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഈ പാറയൊക്കെ തിങ്ങിക്കൂടി കിടക്കുന്ന സ്ഥലത്ത് പുഴയുടെ നടുക്ക് ഇപ്പോൾ വെള്ളം താഴ്ന്നതുകൊണ്ട് അതിനുള്ളിലൊക്കെ ബോഡി ഉണ്ട്. ഇവർക്ക് കഴിഞ്ഞ ദിവസം പുഴയുടെ നടുക്കുന്നാണ് കിട്ടിയത്. വെള്ളം താഴ്ന്നു പോയപ്പോൾ ഈ വേരും വേസ്റ്റൊക്കെ കിടക്കുന്ന ആ സ്ഥലത്തു നിന്നാണ് ഇവർക്ക് കഴിഞ്ഞ ദിവസം ബോഡി കിട്ടിയത്. ഇതേപോലെ ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം പോയപ്പോൾ ഓരോ ബോഡി വീതം കിട്ടിയിട്ടുണ്ട്. പല ആൾക്കാർ പോവുകയാണെങ്കിൽ ഇനി ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഇവരെ സംബന്ധിച്ച് 2 ബോഡി കിട്ടി കഴിഞ്ഞപ്പോൾ, ഇവർ പോയ ടീമിന് 2 ബോഡി കിട്ടി കഴിഞ്ഞപ്പോൾ ഇവർ തെരച്ചിൽ നിർത്തി. വേറെ ബോഡി കിട്ടുമ്പോൾ ഇവർക്ക് പേടിയായി, തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ ടൈം പോവുമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് അവർ തെരച്ചിൽ നിർത്തിയിട്ട് വേഗം മിനിസ്റ്റർ അടങ്ങുന്ന എല്ലാവരും വിളിച്ചത്. തിരിഞ്ഞാൽ മതി സാറേ. അതായത് അവിടെ സെർച്ച് ചെയ്യുന്ന ടീംസ് അവിടെ ഹാൾട്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം, പിക്ക് ചെയ്യുന്നവര് അത് എയർലിഫ്റ്റ് വഴി ചെയ്യാം. അപ്പോൾ എളുപ്പം വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ പോലെ ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് ഇപ്പോൾ ഈ നാട്ടുകാരാണ്, ഈ പ്രദേശത്തുകാരായ അല്ലെങ്കിൽ ഈ പരിസരങ്ങളിലൊക്കെയുള്ള ആളുകളാണ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ്, വിവിധ സംഘടനകളുടെ പ്രവർത്തകരാണ്. നിങ്ങളൊക്കെ ഏത് സംഘടനയുടെ ആളുകൾ? സയൻസ് സംഘടനയുണ്ട്, USP ക്ലബ്ബ്. പിന്നെ 32 കിലോമീറ്റർ ദൂരെയാണ്. നാട്ടിലെ ഒരു കൂട്ടായ്മയും കൂടിയാണ് ഞങ്ങള്. നിങ്ങൾ തുടക്കം മുതലേ ഇവിടെ ഉണ്ട് അല്ലേ? തുടക്കം ആ ദിവസം ബ്രേക്കിംഗ് ന്യൂസ് വന്ന അപ്പം മുതൽ വെളുപ്പിന് 3:30 ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അന്ന് മുതലേ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ന്യൂനതയായിട്ട് പിറ്റേ ദിവസം മുതൽ കണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് ആർക്കും ഇല്ല. അപ്പോൾ ഞങ്ങൾ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ അറ്റംപ്റ്റ് ആയിട്ട് നാളെ ഇതുവരെ ഈ ദിവസങ്ങൾ വരെ എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ ആ ദൗത്യം കൂടി ഉണ്ട്. ഒരു 800 ആള് 1000 ആൾക്ക് വെച്ചിട്ട് ഇന്ന് ഞങ്ങൾ 1200 ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ട് തികഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പറഞ്ഞ പോലെ നമ്മളെ ഊട്ടി ബോർഡറിന്റെ അടുത്താണ്. ചെല്ലംകുടി എല്ലാ മേഖലയിലും അവിടെ കുടുങ്ങിയ ആളുകളൊക്കെ നിങ്ങളെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ 18 പേര് അടങ്ങുന്ന 18 പേര് അതിലുണ്ടായിരുന്നു. ആ വീടിന്റെ മുകളിൽ കയറിയിരിക്കുന്ന അതിന്റെ മുകളിൽ 18 പേര് കുടുങ്ങിക്കിടന്നപ്പോ ഞങ്ങള് സ്റ്റാർട്ടിങ്ങിൽ വന്നത് ഞങ്ങൾ വന്നപ്പോൾ 18 പേര് അവിടെ നിന്ന് നിലയും വിളിയായിരുന്നു. അന്ന് ഇതിലെ തന്നെ ഭയങ്കര വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുകളിലേക്ക് കയറി നിൽക്കുകയായിരിക്കും. ആ മുകളിൽ കയറി നിൽക്കുക. അവരുടെ ഉറ്റവരും ഉടയവരൊക്കെ പോയവരാ, അതിൽ ശേഷിച്ച ആൾക്കാരാ. അവരുടെ നിലവിളി ഇതൊക്കെ ഭയങ്കരമായിരുന്നു. അന്ന് അവരെ നിങ്ങളാണ് ഞങ്ങൾ എത്തി. പിന്നെ ഫോഴ്സ് താൽക്കാലിക പാലം ഇട്ടിട്ട് കുത്തൊഴുക്കും വെള്ളമായിരുന്നു. താൽക്കാലിക പാലം ഇട്ടിട്ട് അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവരൊക്കെ മണ്ണിൽ പുതഞ്ഞ് കിടക്കുമായിരുന്നു. 14 പേരുണ്ടായിരുന്നു. 14 പേരുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് അതിനുശേഷമാണ് നമ്മൾ അവിടെ കൂടുതൽ പരിശോധനയും കാര്യം നടന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ മൃതദേഹങ്ങൾ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് വന്നത് 12 നമ്പറാണ്. അപ്പോൾ ഞങ്ങളൊന്നും അതിന്റെ ഭീകരത ആർക്കും മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് അതിന്റെ ഓരോ ദിവസവും ആദ്യം ആളുകളുടെ 12 പേര് മരിച്ചു എന്നുള്ള വിവരമാണ് ഫസ്റ്റ് വരുന്നത്. അതെ അത്രേ കിട്ടുന്നുള്ളൂ. ഓക്കെ മോത്തി, ഈ സ്ഥലങ്ങൾ പിന്നെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കണം. നമ്മുടെ ഈ സ്കൂൾ കെട്ടിടം പിന്നെ വന്നിട്ട് ആ കാണുന്ന കണ്ടില്ലേ, അത് മരങ്ങൾ വന്ന് അടിഞ്ഞു കിടന്നതാണ്. അതെ. ആ മരങ്ങൾ വന്ന് അടിഞ്ഞു കിടന്ന സ്ഥലം വരെ മുഴുവനും കിടക്കുമായിരുന്നു. ഒരു പക്ഷേ ആ മരങ്ങൾ വന്നത് ഈ സ്കൂൾ കെട്ടിടം തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ചൂരൽമല ടൗൺ നാമാവശേഷമായി പോയേനെ, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ തന്നെ കുറച്ച് ഉറപ്പുള്ള കെട്ടിടമായിരുന്നു. ഉറപ്പുള്ളതാണ്. ഇപ്പൊ പുതിയ കെട്ടിടം 4-5 വർഷമായിട്ടേ ഉള്ളൂ. കിഫ്ബിയിൽപ്പെടുത്തിയിട്ട് നിർമ്മിച്ചതാണ്. അതുകൊണ്ടാണ് കുറെ സേവ് ചെയ്യാൻ ടൗണിനെ ഇതാക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ഒരു ഭാഗവും ഉണ്ടാവില്ലായിരുന്നു. അതാണ് അവസ്ഥയുള്ളത്. ഓക്കെ, താങ്ക് യു. മോത്തി, ഈ നാട്ടുകാരും മാത്രമല്ല, ഈ ഇതിൻ്റെ ഒരു 10-30 കിലോമീറ്റർ അകലെയൊക്കെ ഉള്ള ആളുകളാണ്, വിവിധ സംഘടന പ്രവർത്തകരാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ അവർ കൈമാറുന്നത്, അവർ കഴിഞ്ഞ 8 ദിവസത്തോളമായി ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ്. ഇന്ന് ഈ പ്രത്യേക സേനാ അംഗങ്ങൾ പോകുന്ന, ഈ പ്രത്യേക ദൗത്യ സംഘം പോകുന്ന ഈ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള സൺറൈസ് വാലി ഈ പ്രദേശത്തൊക്കെ ഇതിൽപ്പെട്ട ആളുകൾ പോയിരുന്നു. അവരാണ് അല്പം മുമ്പ് നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. അന്ന് അവർക്ക് പരിശോധനയിൽ അവിടെ പോയപ്പോൾ തന്നെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അവർക്ക് ലഭ്യമാകുന്ന സൗകര്യങ്ങളനുസരിച്ച്, അതായത് ഏറ്റവും ആദ്യം പ്രാഥമികമായും അവർ ചുമന്ന് കൊണ്ടുവരികയായിരുന്നു മൃതദേഹം. അതായത് 4 കിലോമീറ്ററോളം താഴ്ചയിലേക്ക് പോകണം. അത് മണിക്കൂറുകളെടുത്താണ് സഞ്ചാരം. വളരെ ദുർഘടമായ പാതയാണ്, ചെങ്കുത്തായ വഴിയാണ്. ബോഡി അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചും അതേപോലെ കയറി വരണം. അതുകൊണ്ട് തന്നെ അത് സാധ്യമാകാത്ത സാഹചര്യത്തിൽ അവർ പലപ്പോഴും അവർക്ക് രക്ഷാപ്രവർത്തനം, ബോഡിയൊന്നും അവിടുന്ന് മൃതദേഹങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്നവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇന്ന് ദൗത്യസംഘം പോകുന്ന സ്ഥലത്ത് അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ആളുകളെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അവിടെ ഒരു പ്രത്യേക സംഘം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പരിശോധനയും തിരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നവർ നിർദ്ദേശിക്കുന്നു. അതായത് ഈ സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടെയുള്ളവ എത്തിച്ച്, കാരണം ഈ മൃതദേഹം മണ്ണിൽ പുറഞ്ഞു കിടക്കുന്നതാണ്, അത് കണ്ടെത്തേണ്ട സാഹചര്യം, അത് നായകൾക്ക് ആ രീതിയിലുള്ള സഹായം ആവശ്യമുണ്ട്. ഒപ്പം തന്നെ ഈ നദിയിൽ നീരൊഴുക്ക് ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നീരൊഴുക്കിൻ്റെ കുറഞ്ഞ ഭാഗത്തൊക്കെ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇവരിപ്പോൾ ചൂണ്ടിക്കാണുന്നത്. ഒപ്പം തന്നെ അവിടെ ഈ ആദിവാസി
മേഖല ആളുകൾ താമസിക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് ആ സ്ഥലത്തിൻ്റെയും അതിൻ്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയൊക്കെ കൃത്യമായി അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ കൂടി ഈ തെരച്ചിലിന് വേണ്ടി അവരുടെ സഹായം കൂടി തേടണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മടങ്ങി വരാം. ഏതായാലും അവരൊക്കെ പങ്കുവച്ച കാര്യങ്ങളിൽ നമുക്ക് ചിലതൊക്കെ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്നത് അവർ ഇത്രയും ദിവസം അവിടെ അനുഭവ സമ്പത്തുള്ളവരാണ്, അനുഭവ പരിചയമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് നമുക്ക് തോന്നുന്നു. ഇവരെയൊക്കെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ പ്രാവർത്തികമാക്കിയാൽ കുറച്ച് കൂടുതൽ ശരീരങ്ങൾ അവിടെ നിന്ന് കിട്ടിയേക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്.